ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പപ്പായ ജാം. ഇത് 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ജാം തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ, പഞ്ചസാര, നാരങ്ങാനീര്. ആദ്യം നമുക്ക് പപ്പായ മിക്സിയിൽ അരച്ചെടുക്കണം. വലിയൊരു പപ്പായയുടെ പകുതിയാണ് ഞാൻ ജാം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. പപ്പായ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പപ്പായയുടെ പ്യൂരി ഇനി നമുക്ക് ഒരു അരിപ്പിലൂടെ അരിച്ചെടുക്കാം. ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ചൂടായ പാനിലേക്ക് പപ്പായയുടെ പ്യൂരി ചേർത്ത് വരട്ടിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പപ്പായയുടെ വെള്ളമയം മാറി ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്കും 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം ചേർക്കുമ്പോൾ എപ്പോഴും പപ്പായയുടെ മധുരം അനുസരിച്ച് വേണം ചേർക്കാൻ. നല്ല മധുരമുള്ള പപ്പായ ആണെങ്കിൽ പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി. ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും പകുതി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ജാം പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവം ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ജാം പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഏറെ രുചികരമായ പപ്പായ ജാം റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.